ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം നമുക്ക് ഇന്നലൊക്കെ ടൂറ് പോയല്ലേ. ഇന്നലൊക്കെ വിമാനയാത്ര പോയിട്ട് ഫ്ലൈറ്റ് കയറി ഇങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റ് പറന്നു പോയി ഉയർന്ന് അവിടുന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. എയർപോർട്ടിൽ പോയി ബസ്സിൽ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ചെയ്തു. എന്നിട്ട് ടിക്കറ്റ് കൈ ചെയ്തിട്ട് ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചു. അവിടുന്ന് കൈ പിടിച്ചിട്ടാണ് ഇവിടുന്ന് നേരെ ഇങ്ങനെ കൈപാടി വെച്ച് ഇങ്ങനെ കുറച്ച് സാധനം വെച്ച് കാണിച്ചു. ആ സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. നേരത്തെ എക്സ്കലേറ്റർ കയറി ഇരുന്ന് അതിരുന്ന് സുഖമായിട്ട് ഇരുന്നിട്ട് അവിടെ നേരെ അവിടെ ചെന്നിട്ട് വരുന്നു. ആ സീറ്റിൽ ടിക്കറ്റ് വെച്ച് കൈ വെച്ച് ഫാസ്റ്റ് കാർഡ് വെച്ചിട്ട് കാണിച്ചു. ഈ ഫാസ്റ്റ് കാർഡ് വെച്ചിട്ടില്ലേ എന്നിട്ട് നേരത്തെ എങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഇങ്ങനെ അടിച്ച ഫോട്ടോ എടുത്തു. അതിങ്ങനെ അടിച്ചപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നേരെ എയർപോർട്ടിൽ പോയി കേക്ക് മുറിച്ചു. കേക്ക് മുറിച്ചിട്ടാണെങ്കിൽ കേക്ക് എനിക്ക് തന്നു. കേക്ക് ഞാൻ കഴിച്ചു. അപ്പോൾ നിങ്ങൾ സീറ്റിലിരുന്നു. അപ്പം നീ ഇരുന്നു. എന്നിട്ട് അതിന് എസ്കലേറ്ററിൽ ഇറങ്ങിയിട്ടായിരുന്നു. എല്ലാം പാരൻസിനൊക്കെ പിള്ളേരൊക്കെ നിന്ന് എയർപോർട്ടിൽ പോയി നിന്ന് അവിടെ നേരെ ടീച്ചേഴ്സും ഒക്കെ ആണെങ്കിൽ പാരൻസും ഒക്കെ ആണ് പിള്ളേരും കുട്ടികൾക്കും പിന്നെ എല്ലാവരും ഉണ്ടെന്ന് എന്നെ നിന്നത്. അവിടെ നേരെ ഫോട്ടോ എടുത്ത് ഫ്ലൈറ്റ് കയറി അവിടെ പൊങ്ങിയാണ് എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ കയറി ഇന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ സീറ്റ് നമ്പർ വയ്ക്കും. ഫ്ലൈറ്റ് നമ്പർ അന്നേരം ഫ്ലൈറ്റ് നമ്പറൊക്കെ ആണെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് വിമാനം പറന്നു വന്നപ്പോൾ ആകാശത്തേക്ക് പോയി. അവിടെ നേരെ വന്നപ്പോൾ സുഖമായിട്ട് വിമാനയാത്ര ചെയ്തു. നന്നായിട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ പറയൂ വിമാനയാത്രയൊക്കെ ആണെങ്കിൽ പറന്നു വന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കുന്നു. വിമാനയാത്ര കയറി ടൂർ പോയിട്ടാണെങ്കിൽ യാത്ര ചെയ്തപ്പോൾ യാത്ര ചെയ്തപ്പോൾ വിമാനം പറന്ന് എത്തി താഴെ ഇറങ്ങി. അപ്പം എനിക്ക് ട്രിവാൻഡ്രം എത്തി കാണിച്ചു. എത്തിയപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് ഇറങ്ങി. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ്. എന്നിട്ട് വേഗം എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോൾ നിന്ന് എത്തി. അന്ന് ഇറങ്ങി. അവിടെ നേരെ ഫോട്ടോ എടുത്തു. അവിടെ ചെന്ന് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചു. ഒരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ അവിടെ നേരെ ഇവിടെ നിന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി നിന്നു. അവിടെ നേരെ ബസ്സിൽ കിട്ടില്ല. ഇവിടെ ചെന്ന് നടന്ന് ബസ്സിൽ കയറിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് യാത്ര കഴിഞ്ഞ മാജിക് ട്രെയിനിൽ ഇപ്പോൾ തിയേറ്ററൊക്കെ കാണിച്ചു. അപ്പോൾ കാണിച്ചപ്പോഴാണ് ഞങ്ങൾ കറങ്ങാൻ പോയി. അവിടെ പരിപാടി സ്റ്റേറ്റ് ചെയ്തു. ഓക്കെ, അവിടെ നേരെ ഫോട്ടോ ഒക്കെ എല്ലാം ഫോട്ടോ എടുത്ത് വീഡിയോ അടിച്ച് കാണിച്ചു. അവിടെ നേരെ കഴിഞ്ഞ് ഇവിടെ നിർത്താൻ മുമ്പ് യാത്ര ചെയ്തു. ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നല്ല യാത്ര. പിന്നെ ബസ്സിലിരുന്ന് ഉറങ്ങിയപ്പോൾ കാരണം അവൾ ബസ്സിൽ പോയി വണ്ടി കിടന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കയറിപ്പോൾ ബസ്സിൽ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ തുള്ളി കളിച്ചു. തുള്ളി കാണിച്ചാലൊക്കെയാണ് നല്ലത്. തുള്ളി കാണിച്ചൊക്കെ വേറെ പിള്ളേരൊക്കെ ഒരുമിച്ച് എല്ലാ പിള്ളേർ പാരൻസ് എല്ലാ പിള്ളേർ പെണ്ണുങ്ങളും എല്ലാ ടീച്ചേഴ്സും ആളൊക്കെ ഡാൻസൊക്കെ കളിച്ചു. മറ്റവളൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ മടുത്തു പോയില്ലേ. അപ്പം നമുക്ക് എന്തായാലും ചെയ്താലും ഒന്നറിയില്ല. പക്ഷേ എത്ര നോക്കിയാലും അപ്പം ഇതൊന്നും നടക്കാനും ഏത് നേരത്തും നടക്കാനും. അന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഇടുമ്പോൾ എന്നിട്ട് മാഞ്ചൂടെ എത്തിപ്പാടുന്നു. ഇവിടെ നേരെ ബസ്സിന് അങ്ങനെ സ്കൂളിൽ ഇറങ്ങി. സ്കൂളിലെത്തുമ്പോഴൊക്കെ സ്കൂളിൽ നിൽക്കുമ്പോൾ കാറിൽ കയറിയിട്ട് ഇറങ്ങലെത്തി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. എന്നിട്ട് അടുത്ത ദിവസം അവിടെ നേരെ ഇവിടുന്ന് ബസ്സിൽ കയറിപ്പോൾ അവിടുന്ന് കലോത്സവത്തിന് പ്രോഗ്രാമിന് പരിപാടിക്ക് പോയി. എറണാകുളത്ത് പോയിരുന്നു. പക്ഷെ അത് പോയിട്ടാണ് കയറിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. പിള്ളേരൊക്കെ കയറിപ്പോൾ ഒരു ടീച്ചേഴ്സൊക്കെ കയറിപ്പോൾ എല്ലാവരും കയറി. പിന്നെ എല്ലാവരും കയറി. അവിടെ നേരെ പ്രോഗ്രാമിന് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിച്ചു, പാട്ടൊക്കെ പാടി, ഡ്രോയിങ് വരച്ചു അല്ലേ. ജസ്റ്റ് ടീച്ചർ പഠിച്ച ഡ്രോയിങ്, ഡാൻസ് കളിച്ചു അല്ലേ, പാട്ടൊക്കെ പഠിച്ചു അല്ലേ. നമുക്കെന്താ പാട്ട് പഠിക്കാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചു അല്ലേ.
ഇവിടെ നേരത്തെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ചട്ടങ്ങാളത്ത് തീർക്കാനൊന്നുമില്ല. പക്ഷേ ഇവിടെ നേരെ എത്തിയപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ടീച്ചർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നേരം കോമ്പാറ കളമശ്ശേരി ഇവിടുന്ന് അബി ഇറങ്ങി, നാസിൻ ഇറങ്ങി, വിജയ് ഇറങ്ങി, സുമയ ഇറങ്ങി, പിന്നെ ആണുള്ളത് ലിമി ഇറങ്ങി, ഷാഗിർ ഇറങ്ങി, പിന്നെ തമീമ ഇറങ്ങി, പ്രവീൺ ഇറങ്ങി, മാർട്ടിൻ ഇറങ്ങി, റിഹാൻ ഇറങ്ങി, അനുപം ഇറങ്ങി, സ്വാലിക ഇറങ്ങി. അവിടുന്ന് ഒരു രാത്രി സന്ധ്യ ആകുമ്പോഴേക്കും ഈ രാത്രി ആയപ്പോൾ ഇറങ്ങിയത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് സ്റ്റോപ്പ് എത്തിപ്പാടുന്നു ഭയങ്കര ബ്ലോക്കാണെങ്കിൽ ദൈവം തമ്പുരാൻ. എൻ്റെ പൊന്നു ദൈവം തമ്പുരാനൊക്കെ ആണെങ്കിൽ എന്ത് ബ്ലോക്കാണെങ്കിൽ ചേട്ടങ്ങാതെ നിൽക്കാമെന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് നേരം ബ്ലോക്കിനെ കാണുമ്പോൾ എത്ര നാളായിട്ടും കുറേ നേരമായിട്ട് എൻ്റെ പൊന്നു മോണി ഏട്ടങ്ങൾ ബ്ലോക്കാണെങ്കിൽ ഏത് നേരത്തെ ബ്ലോക്കായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നു ഇന്നലെ ആയിരുന്നിപ്പോൾ കലോത്സവ പ്രോഗ്രാമിന് പോയിരുന്നു എറണാകുളത്ത്, ഡാൻസിൻ്റെ ആരംഭം. ഓക്കെ, ഇന്നത്തെയാണ് നല്ലത്. ഏട്ടൻ കയറി എന്നിട്ട് ഇറങ്ങി. എന്നിട്ട് സ്വാലികാരൻ ഇപ്പോൾ എത്തിയായിരുന്നു, എത്ര മണിക്ക് ഇറങ്ങി. എന്നിട്ട് വേഗം ഇവിടുന്ന് സ്കൂട്ടറിൽ കയറി. അവിടെ നേരെ ഇവിടുന്ന് ചെന്ന് സ്കൂട്ടറിൽ ഇറങ്ങിയപ്പോൾ ചെന്നപ്പോൾ ഐമുറി പോയി, സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടെ നേരെ ചെന്നു. എന്നിട്ട് ഇവിടുന്ന് ചെന്നിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നേരെ വീട്ടിലേക്ക് കയറി. എന്നിട്ടൊക്കെ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് ഇട്ടു. കുളിച്ചിട്ടാണെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് ഇരുന്നു. ചോറുണ്ടു അല്ലേ. എന്തൊക്കെ എത്തിയപ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര താമസമായിപ്പോയി. താമസം കൂടിപ്പോൾ ഭയങ്കര താമസം ഒക്കെ കൂടി. ഇഷ്ടമായില്ലേ? എനിക്ക് പുതിയൊരു ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, വെള്ളയ്ക്ക് അമർച്ചില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, വെള്ളയ്ക്ക് അമർച്ച് പിടിച്ച് പ്ലസ് ചെയ്യാം. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുപോലെ ബൈ.